സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ടൂൾ, എന്താണ് ടൂളിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ, എന്താണ് കാര്യങ്ങൾ എന്ന രീതിയിലാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ബാക്കി നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി. അപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ഏതാണ് മാർക്കറ്റ്, ഏതാണ് ചെയ്യുന്നത്? ഹലോ, ഏത് മാർക്കറ്റാണ് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞാൻ ബിഗിനറാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇപ്പൊ 3 മാർക്കറ്റാണ് നിലവിലുള്ളത്: ക്രിപ്റ്റോ, ഫോറക്സ്, അതേപോലെ ഇന്ത്യൻ മാർക്കറ്റ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ആണ്. ഇപ്പൊ രാവിലെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആക്കിയതാണ്. 3 മാർക്കറ്റിൽ, അതായത് ഏത് മാർക്കറ്റിലാണ് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുന്ന സമയം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടൂള് അതിന്റെ ഒരു എൻട്രി പോയിന്റ് എവിടെയാണ്, TP എവിടെയാണ്, TP2 എവിടെയാണ്, TP3 എവിടെയാണ്, TP4 എവിടെയാണ്, SL എവിടെ വെക്കണം, നമ്മുടെ ടൂൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. മാനുവലി ചെയ്യുന്നതല്ല. നോർമൽ ഉള്ള ഒരു ട്രേഡിംഗ് വ്യൂവിന്റെ ഇതാണ് നോർമൽ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് കാണുന്നതാണ് നോർമലി ഉള്ള ചാർട്ട്. ഇവിടെ ഞങ്ങളുടെ ടൂൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വാല്യൂസ് എവിടെ വെക്കണം. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഗോൾഡ് എടുക്കാം. കുറച്ച് ഗോൾഡിലേക്ക് ആണെങ്കിൽ ഇതാ, ഇതിന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ എന്താക്കും, ഇന്നത്തെ ഇപ്പോഴത്തെ എന്താണ് സിറ്റുവേഷൻ, ഓൾറെഡി TP കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു എൻട്രി കംപ്ലീറ്റ് ആയതാണ്. ഇന്ന് കംപ്ലീറ്റ് ആയ ഒരു എൻട്രി ആണ്. ഇതേപോലെ നമുക്ക് എൻട്രീസും കാര്യങ്ങളൊക്കെ എന്നാക്കി തരും, നമുക്ക് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സിസ്റ്റം തരുന്ന ഈ ടൂൾ, നമ്മൾ ടൂള് തരുന്ന കാര്യങ്ങൾ, ഒരു എൻട്രി തന്നു കഴിഞ്ഞാൽ അതിന്റെ കൺഫർമേഷൻ നോക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കും. ഈ ഒരു ബോക്സ് പഠിപ്പിക്കും. അപ്പൊ അതിന് എൻട്രി എടുക്കുക. ആ ഒരു എൻട്രി നിങ്ങളെ ബ്രോക്കർ ഏതാണ് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡാണ് ഇവിടെ നിങ്ങൾ ചെയ്തത്. 95% നമ്മൾ ടൂള് നിങ്ങൾക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് വെക്കണം, എവിടെ ടാർഗറ്റ് വെക്കണം ഒക്കെ കാണിച്ചു തരും. ആ വാല്യൂ ബ്രോക്കറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യൽ മാത്രമാണ് ഹ്യൂമൻ ചെയ്യേണ്ട, അതായത് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഉള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിട്ട് എൻട്രി കാണിച്ചു തരാം. ഇതിലൊരു ബിയറിഷാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ചാർട്ടിലാണ്, ഒരു ബിയറിഷിലേക്കാണ്. അങ്ങനെ ഡൗൺ ട്രെൻഡ് എൻട്രി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എൻട്രി സെറ്റ് ചെയ്ത് തരും. അപ്പൊ അതിന്റെ കൺഫർമേഷൻ നോക്കുക, നിങ്ങൾ ഈ ടൂളിന്റെ കൺഫർമേഷൻ നോക്കുക, അതിനുശേഷം എന്താക്കുക, ആ എൻട്രി പ്ലേസ് ചെയ്യുക. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആകുന്ന സമയം നിങ്ങൾ ആദ്യം ടൂള് പർച്ചേസ് ചെയ്യുക. ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യുക, ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് തരും. ഇത് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാവുന്ന സെക്ഷൻ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ മൂവ് ചെയ്താൽ മതി. ബിഗിനർ ആകുമ്പോൾ അതിന്റെ ബ്രോക്കർ ഏത് എടുക്കണം, ഏതാണ് മാർക്കറ്റ് എടുക്കുന്നതൊക്കെ നമ്മൾ സെലക്ഷൻസ് തരും. ഓക്കെ അല്ലത്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്താണ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളിപ്പോ ബിഗിനർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ജോയിൻ ചെയ്യുന്ന സമയം കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഓക്കെ, സ്റ്റാർട്ടിങ് മുതൽ തന്നെ കാര്യങ്ങൾ ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണ് ട്രേഡും കാര്യങ്ങളും ചെയ്യേണ്ടത്, മാർക്കറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മളൊന്നാക്കി തരും. അത് പാക്ക് ചെയ്ത് തരും. 3 മാർക്കറ്റിൽ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഇത് ടൂള് വേറെ ആപ്പായിട്ട് ഇതാവുമല്ലോ, വേറെ ആപ്പ് തന്നെയല്ലേ ഇത്? ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇന്റർനാഷണൽ ട്രേഡിംഗ് വ്യൂവിന്റെ അകത്താണ് നമ്മൾ ടൂൾ ഉള്ളത്. ഇതിന്റെ ഒരു വിന്നിംഗ് റേഷ്യോ എന്ന് പറയുന്നത്, ട്രേഡിംഗ് വ്യൂവിന്റെ അകത്തേക്ക് നമ്മൾ ഈ ടൂൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് മിനിമം 50% വിന്നിംഗ് റേഷ്യോ ആ ടൂളിൽ നിർബന്ധമാണ്. നിലവിൽ നമ്മൾ ടൂളിന് ഡിപ്പെൻസ് ഓൺ വിന്നിംഗ് റേഷ്യോ. അങ്ങോട്ട് ഇപ്പൊ ഇത് BTCയുടെ വിന്നിംഗ് റേഷ്യോ ഒരു 65 മുതൽ 70% വരെയാണ് ഇന്നത്തെ വിന്നിംഗ് റേഷ്യോ. ഇന്നത്തെ BTCയുടെ വിന്നിംഗ് റേഷ്യോ ഉള്ളത്. ഇന്നത്തെ ഫോറക്സിന്റെ ഓരോ കോയിനും ഓരോ ഇത് മാറുമ്പോൾ ഡിഫറൻസ് ആയിരിക്കും. ഇതിലിപ്പോ 74 ഉള്ളത്. സൊലാന എന്ന് പറയുന്ന കോയിന്റെ വിന്നിംഗ് റേഷ്യോ. ഗോൾഡില് 62% ഇന്നത്തെ ഉള്ളത്. ഡിപ്പെൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 65-70. അത് മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് വിന്നിംഗ് റേഷ്യോ കൂടാം കുറയാം. അതായത്
എപ്പോഴും ഒരേ ബിസിനസ് മാർക്കറ്റിൽ നടക്കുന്നു. ആ അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് ആണ്. ഇപ്പൊ വിന്നിംഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിലവില് വിന്നിംഗ് റേഷ്യോ ഒക്കെ എന്ന് പറയുന്നത് നോർമൽ നല്ല വിന്നിംഗ് റേഷ്യോ തന്നെയാണ്. 10 ട്രേഡ് എടുത്ത 5 കട്ടണ സക്സസ് തന്നെയാണ്. അപ്പൊ കുറെ ട്രേഡ് എടുക്കേണ്ട സെറ്റപ്പ് ഒന്നും അല്ല ഉണ്ടാവില്ല നിങ്ങൾക്കൊരു പക്കാ ബ്ലൂ പ്രിന്റ് ഒരു സിസ്റ്റം തരും. ആദ്യത്തെ മാസം എന്ത് ചെയ്യണം, ആദ്യത്തെ മാസം എങ്ങനെ ട്രേഡ് ചെയ്യണം, എത്ര ഡോളർ നിങ്ങൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യണം, ഇതിനൊരു പക്കാ സിസ്റ്റം നിങ്ങൾക്ക് തരും. ഇപ്പൊ ബിഗിനർ ആയത് കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ റിയൽ ട്രേഡേ എടുക്കണ്ട. നമ്മൾ ചെയ്യിക്കുന്ന സിസ്റ്റം അതാണ്. അതായത് ഈ പാറ്റേൺ വാച്ച് ചെയ്യാൻ പഠിക്കുക. ഈ ടൂൾ ഇംപ്ലിമെന്റ് ചെയ്ത് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ പഠിക്കലാണ് ആദ്യത്തെ ഒരു മാസം പണി ഉണ്ടാവും. അതിനുശേഷം മാത്രം റിയൽ അക്കൗണ്ടിലേക്ക് ഇറങ്ങിയാൽ മതി. അതിന്റെ കാര്യങ്ങൾ തരും. ഇതിനെങ്ങനെയാ ചാർജ് എങ്ങനെയാ അറിയാം? നമ്മൾ ടൂളിന്റെ പ്രൈസിങ് വരുന്നത് ഇപ്പോഴത്തെ കറണ്ട് കൊടുക്കുന്ന പ്രൈസിങ് നിങ്ങൾക്ക് ഇപ്പൊ ലൈഫ് ടൈമിലേക്ക് 25,000 ആണ് നിങ്ങൾക്ക് ഇപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഒരു 10,000 ഓഫർ പ്രൈസിലാണ് 35,000 കൊടുക്കുന്നതാണ്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഒരു 2 days 25,000 നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് ഈ ടൂൾ ആക്സസ് കിട്ടും. അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ടൂൾ വാങ്ങിക്കഴിഞ്ഞാല് അതിന്റെ ട്രെയിനിങ് ഫ്രീ ആണ്, അതിന്റെ ഇംപ്ലിമേഷൻ ഫ്രീ ആണ്, ബാക്കിയെല്ലാം ലൈഫ് ടൈമിലേക്ക് ഫ്രീ ആണ്. ടൂളിന്റെ ചാർജ് മാത്രം ഇപ്പൊ വാങ്ങിക്കുന്നവർക്ക് ടൂളിന്റെ ചാർജ് മാത്രമാണ്. അതിന്റെ നിങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് അടക്കം തരും. ഒരു 1 yearലേക്കുള്ള പക്കാ ബ്ലൂ പ്രിന്റ് അടക്കം ഇപ്പം പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ വീക്ക് മുതൽ, അതായത് 1-ാം തീയതി മുതൽ ഉണ്ടാവല് അതിന്റെ ഇയർലി ചാർജ് ആവും. ഈ അടക്കുന്ന എമൗണ്ട് ഇയർലി ആയിട്ട് മാറും 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യുന്നവർ. അതൊന്ന് മുൻകൂട്ടി പറഞ്ഞതാണ്. ഓക്കെ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ കണക്ട് ചെയ്ത ആൾക്ക് രജിസ്ട്രേഷൻ ഇന്ന് കംപ്ലീറ്റ് ആണ്, ഇന്ന് കംപ്ലീറ്റ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അവർക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുക്കുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്ത നാളെ തന്നെ അതിന്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് തുടങ്ങാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാട്ടാ. ഞാൻ എന്തായാലും നോക്കിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം. കണ്ടീഷൻ പിന്നെ എന്തായാലും നോക്കട്ടെ. പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം സാലറി ഒക്കെ കിട്ടണല്ലോ. എന്തായാലും നോക്കിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം. ഒന്ന് അപ്ഡേഷൻ. ഓക്കെ.